ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ വീടല്ല കേട്ടോ. നമ്മൾ ഇന്ന് രാച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ടേ ഉള്ളത്. രാച്ചി എന്ന് വെച്ചാൽ അമ്മയുടെ ഏച്ചിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടേ ഉള്ളത്. നമ്മുടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലും പിന്നെ ഇടയ്ക്കും അങ്ങനെയൊക്കെ ഇവിടെ കൂടാറുള്ളൂ. ഇതൊരു പഴയ തറവാട് വീടാണ് കേട്ടോ. ഇവരെല്ലാവരും ജനിച്ച് വളർന്ന് ഇവരുടെ സ്വന്തം വീടാണ്. അമ്മയുടെ ഏച്ചിമാരുടെയൊക്കെ വീടാണിത്. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ വിശേഷം കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ഒത്തുകൂടാറുള്ളൂ. ഇവിടെ ഒരു നല്ല രസമുള്ള വൈബാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് അമ്മയുടെ ഏച്ചി മാത്രമാണ്. ഇതാണ് നമ്മുടെ രാച്ചി, അമ്മയുടെ ഏച്ചിയാണിത്. അത് മാമൻ്റെ മോളാണ്. ഒരാളും കൂടി ഉണ്ട്, 2 പേരാണ് ഇവരുള്ളത്. പിന്നെ ഇവിടെ പഴയ ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ തത്തയാണ്. ഈ തത്ത വിനോദിൻ്റെ പേരൊക്കെ വിളിക്കുമായിരുന്നു, വിനോദ് എന്നൊക്കെ പറയലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും പറയാറൊന്നുമില്ല കേട്ടോ. നല്ല രസമാണ്, അടിപൊളി തത്തയാണ്. കുഞ്ഞിന് പേടിയാണ് കേട്ടോ ഇതിനെ കാണാനായിട്ട്. കുഞ്ഞിന് ഇവിടെ വന്നാൽ ഏറ്റവും ഇഷ്ടം ഈ തത്തേനെ കാണാനായിട്ടാണ്. ഞങ്ങൾ വിളിക്കുന്നതുകൊണ്ടാണ് അത് നീങ്ങി നിൽക്കുകയാണ്. കൊത്താൻ പോവുകയൊക്കെ ചെയ്യൂട്ടെ, നമ്മളടുത്ത് പോവുകയോ കൈയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ പേരക്കൊക്കെ ഇങ്ങനെ വിലിങ്ങനെ തിന്നുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ തത്ത മാത്രമല്ല, കുറേ പ്രാവുകളുണ്ട്. മനുഷ്യനും കൂടി ഉണ്ട്. രാച്ചിയുടെ മൂത്തയുടെ മോനും കൂടി ഉണ്ട് ഇവിടെ. രാച്ചി ഇവിടെ ഒറ്റക്കാണ്. രാച്ചിക്ക് കൂട്ടായിട്ട് മൂത്ത വല്യമ്മയുടെ മോനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം വല്യമ്മയുടെ മോൻ കുറേ പ്രാവുകളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള നല്ല അടിപൊളി വെള്ളരി പ്രാവുകളൊക്കെ ഉണ്ട്. കുറച്ച് ഡിസൈനറായിട്ടുള്ള പ്രാവുകൾ, അങ്ങനെയൊക്കെ. ഇതിനൊക്കെ എന്തൊക്കെയോ പേര് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ കുറേ പ്രാവുണ്ട്. നല്ല രസം, നല്ല തൂവള നിറത്തിൽ എന്തൊരു ഭംഗിയാണ്. പ്രാവിൻ്റെ കൂട് പൊതുവെ അറിയാമല്ലോ, കുറച്ച് ഇത്തിരി കച്ചറകളൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ പക്ഷേ പ്രാവിന് അങ്ങനത്തെ ഇതൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് ഞാൻ സൂം ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അതിൻ്റെ കണ്ണൊക്കെ കാണാൻ എന്തൊരു ക്യൂട്ടായിരുന്നു എന്നറിയാം. ഇത് മുട്ട കണ്ട, അതിൻ്റെ അടിയിൽ മുട്ടയിട്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പ്രാവ്. ഇതിന് മാത്രമല്ല, അപ്പുറത്തുള്ള പ്രാവിനും ഒക്കെ മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ തൊണ്ട നേർക്ക് ശരിയായിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വർത്തമാനം പറയുന്നതിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ പ്രാവും തത്തി മാത്രമല്ല, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സിൽ കുറേ പൂക്കളും ഉണ്ട്. പിന്നെ ഒരു കൊച്ച് അടുക്കളത്തോട്ടം ഉണ്ട് കേട്ടോ. അപ്പം ഇതേ പൂക്കളൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത്രയും പൂക്കളും ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതേ അവിടെയാണ് നമ്മുടെ മാവ് ഉണ്ടായിരുന്നത്. ഒരു വലിയ അടിപൊളി മാമ്പഴം പിടിക്കുന്ന നല്ലൊരു വലിയ മാവ് ഉണ്ടായിരുന്നു. അത് മുറിച്ചു. അപ്പോൾ പിന്നെ ഒരുപാട് സ്പേസ് കൂടി
അതിലെ ഇഷ്ടം പോലെ ചെടികൾ ഞാൻ കാണാത്ത വെറൈറ്റീസും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് തറവാടും വീടും, പണ്ടത്തെ തറവാടും വീടൊക്കെ കാണാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതാക്കാനൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അതും കൂടെ പിടിച്ചേക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ പൂക്കളും പിന്നെ പച്ചക്കറി തോട്ടമൊക്കെ പിടിച്ചത് കേട്ടോ.
പുറത്തത്തെ മരുന്നടിച്ച് വരുന്ന പച്ചക്കറീനെക്കാട്ടിയും വീട്ടിൽ ഇങ്ങനെ ഒരു പച്ചക്കറി തോട്ടം ഉള്ളത് ഏറ്റവും നല്ലതാണ് അല്ലേ. പിന്നെ കുറച്ച് പൂക്കളും കൂടി ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. വീട്ടുമുറ്റത്ത് ഇറങ്ങുമ്പം തന്നെ നമുക്കൊരു മനസ്സുഖവും ശാന്തിയും ഒക്കെ തോന്നും. എനിക്ക് തോന്നുന്നു ഇപ്പം പച്ചക്കറി തോട്ടവും പിന്നെ പൂന്തോട്ടമൊന്നും ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. ഏത് വീടിൻ്റെയും മുന്നിൽ ഗാർഡനായിട്ട് ഒരു സ്ഥലം മാറ്റി വെക്കുന്നത് ഞാനിപ്പം കണ്ടിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു 2 ഐറ്റമെങ്കിലും പച്ചക്കറികളും എല്ലാ വീട്ടിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് വെള്ളക്കൊന്നയാണ്, രാച്ചി ഇപ്പോൾ കൊണ്ട് നട്ട് വളർന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമല്ല, മാമൻ്റെ കുട്ടികളും കൂടി ഉണ്ട്. അപ്പോൾ മാമൻ്റെ ചെറിയ മോളും രണ്ടാളും നല്ല കുക്കാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ കോൾഡ് കോഫി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടിഷ്ടമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.